തൃശൂർ മാളയിലെ നീതി മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് 35 ദിവസം പ്രായമുള്ള കുഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ. മാനാത്ത് വീട്ടിൽ മനു അദ്രിക ദമ്പതികളുടെ കുഞ്ഞാണ് എറണാകുളം അമൃത ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഏതായാലും ഇപ്പോൾ ഈ ഫാർമസിസ്റ്റാണ് മരുന്ന് കൊടുത്തത് എന്ന ആക്ഷേപമാണ് ആദ്യം വന്നത്. എന്നാൽ അത് കഴിഞ്ഞ് പിന്നീട് മരുന്ന് കൊടുത്ത് താനല്ല എന്ന് ഫാർമസിസ്റ്റ് പറയുന്ന ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയെ വിളിച്ചാണ് ഫാർമസിസ്റ്റ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ആ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം ആ ശബ്ദരേഖയിലേക്ക്. ഹലോ ഹലോ എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മയാണോ? ഹലോ, ആര്യ മാഡത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നോ? കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, ഞാൻ നീതിയിലെ സ്റ്റാഫാ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഞാൻ നീതിയിലെ സ്റ്റാഫാണ് ചേച്ചി. ഞാനല്ല, ഞാൻ അവിടുത്തെ ഫാർമസിസ്റ്റ് ആണ്. എന്റെ അടുത്ത് ഞാൻ സ്ഥലത്ത് തന്നെ ഉണ്ടായില്ല. ഞാനിപ്പോ വീട്ടിലെത്തിയപ്പോഴാണ് അവര് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന്. മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നോ? 35 ദിവസമായിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായി. ആർക്കായാലും ബുദ്ധിമുട്ട്. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണോ ഇപ്പോ? ഹലോ, ആ മെഡിക്കൽ ഷോപ്പിലെ ഫാർമസിസ്റ്റ് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് നമ്മൾ കേട്ടത്. അവർ പറയുന്നത് അവർ ആ സമയത്ത് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് മരുന്ന് കൊടുത്തത്? ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. സാരംഗ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സാരംഗ്, ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ് ആദ്യം ആ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച്. അതിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? എന്താണ് ഡോക്ടർമാർ നമ്മളോട് പറയുന്നത്? മനു, കുഞ്ഞിൻ്റെ ആരോഗ്യനില എന്തായാലും വലിയ രീതിയിൽ പ്രശ്നമില്ല. അപകടനില തരണം ചെയ്തു. എങ്കിൽ പോലും കുഞ്ഞിപ്പോഴും ഉള്ളത് തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെയാണ്. എറണാകുളത്താണ് കുഞ്ഞ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മാള സ്വദേശികളായിട്ടുള്ള മനു ആദ്രിക ദമ്പതികളുടെ 35 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഇത്തരത്തിൽ മരുന്ന് മാറി നൽകുന്നത്. തുടർന്ന് കുഞ്ഞിന് വലിയ രീതിയിൽ ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയായിരുന്നു. കുഞ്ഞ് വലിയ രീതിയിൽ വിറയ്ക്കാനും കുഞ്ഞിന് വലിയ രീതിയിൽ പനി ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഈ കുടുംബം കുഞ്ഞിനെ മറ്റ് ചികിത്സയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ്, അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് മരുന്ന് മാറി നൽകിയിട്ടുള്ള വിവരം അറിഞ്ഞത്. കുഞ്ഞിന് ഇതിനു മുൻപ്, അതായത് മരുന്ന് മാറി നൽകുന്നതിന് മുൻപ് കുഞ്ഞിന് പനിയുണ്ടായിരുന്നു. തുടർന്ന് മാളയിലെ തന്നെ ഒരു ഡോക്ടറുടെ വീട്ടിൽ പോയിട്ടാണ് ഈ കുഞ്ഞിനെ കാണിക്കുന്നത്. ഡോക്ടർ മരുന്നിൻ്റെ കുറിപ്പിടി എഴുതി നൽകി. തുടർന്ന് ഈ മാളയിലെ ടൗൺ ബ്ലോക്ക് കോർപ്പറേറ്റീവ് ബാങ്കിൻ്റെ കീഴിലുള്ള നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മരുന്ന് മേടിച്ചത്. അത് കോൺഗ്രസിൻ്റെ സഹകരണ ബാങ്കാണ് ഈ നീതി മെഡിക്കൽ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ മരുന്ന് വാങ്ങുമ്പോൾ അത് ഈ കുട്ടിക്ക് നൽകേണ്ടിയിരുന്ന മരുന്ന് പ്രോബയോട്ടിക് എന്ന മരുന്നിന് പകരം നൽകിയത് മുതിർന്നവർക്ക് നൽകുന്ന ഒരു നെബുലൈസർ വഴി, മുതിർന്നവർക്ക് നൽകുന്ന നെബുലൈസർ വഴി നൽകുന്ന ഒരു മരുന്നാണ് കുഞ്ഞിന് നൽകിയത്. അപ്പോൾ ഈ മനു, അതായത് കുട്ടിയുടെ പിതാവിനൊരു സംശയം തോന്നി, ഈ മരുന്ന് തന്നെയാണോ ഡോക്ടർ കുറിച്ച് നൽകിയത് എന്നുള്ളത്. പക്ഷേ മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാർ, ആ സമയത്തുണ്ടായിരുന്ന ജീവനക്കാർ പറഞ്ഞു മരുന്ന് അത് തന്നെയാണ്, കുഞ്ഞിൻ്റെ വായിലൂടെ ഒഴിച്ച് നൽകിയാൽ മതി എന്നാണ്. അങ്ങനെ വീട്ടിലെത്തി മനു കുഞ്ഞിന് മരുന്ന് ഒഴിച്ച് നൽകിയപ്പോഴാണ് ഇത്തരത്തിൽ കുഞ്ഞിന് വലിയ രീതിയിൽ പനിയും ഛർദിയും അനുഭവപ്പെടാൻ തുടങ്ങുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ഫാർമസിസ്റ്റ് അല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നമുക്ക് വ്യക്തമായി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായി. ഇപ്പോൾ ഫാർമസിസ്റ്റായ ആ യുവതിയുടെ ശബ്ദരേഖയാണല്ലോ നമ്മൾ കേട്ടത്. അവർ പറയുന്നത് ഈ മരുന്ന് കൊടുത്തു എന്ന് പറയുന്ന ആ സമയത്ത് അവർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോൾ ആരാണ് മരുന്ന് കൊടുത്തത്? ആ ശബ്ദരേഖയിൽ അതിലൊരു വിശദീകരണം നൽകാൻ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റോറിന്റെ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മനു, തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇത്തരത്തിൽ വലിയൊരു പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരി അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ഈ കുഞ്ഞിൻ്റെ അമ്മയെ വിളിച്ചു പറയുന്നുണ്ട് ഈ മരുന്ന് നൽകിയത് താനല്ല, ആ സമയത്ത് താൻ ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ മറ്റൊരു ചോദ്യം, ആരാണ് ഈ മരുന്ന് മാറി നൽകിയത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞിൻ്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കോൺഗ്രസ് ഭരിക്കുന്ന മാളയിലെ ടൗൺ ബ്ലോക്ക് കോർപ്പറേറ്റീവ് ബാങ്കാണ് ഈ നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ ഓണർമാരെന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ബാങ്ക് സെക്രട്ടറി ഇടപെട്ടുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ കേസുമായി മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയുമായി ഈ കുടുംബത്തെ സമീപിച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള മനു പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ബാങ്കിന്റെ അധികൃതർ, ക്ഷമിക്കണം, ഈ നീതി മെഡിക്കൽ സ്റ്റോറിന്റെ അധികൃതരായിട്ടുള്ള ബാങ്കിന്റെ തന്നെ അധികൃതർ തന്നെയാണ് കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത്. ആരാണ് ആ സമയത്ത് കുഞ്ഞിന് മരുന്ന് നൽകുന്ന സമയത്ത് ആരാണ് അവിടെ ഉണ്ടായിരുന്നത്, മറ്റാരെല്ലാം ഉണ്ടായിരുന്നു, ഈ മരുന്ന് ഇത്തരത്തിൽ മാറി നൽകിയത് ആരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം വെറും 35 ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന അതാണ് സാരംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാരംഗ് പറഞ്ഞതുപോലെ അപ്പോൾ ഗുരുതരമായ വീഴ്ച അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ബാങ്ക് അധികൃതർക്ക് വളരെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അവർ ആ കുഞ്ഞിന്റെ പിതാവിനെ സമീപിച്ചത്. ആ കുടുംബം പക്ഷേ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഇനി മറ്റൊരു കാര്യം, ആ ഫാർമസിസ്റ്റ് പറയുന്നുണ്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ആ സമയത്ത് ഇല്ലായിരുന്നു എന്ന്. അവിടുത്തെ CCTVയോ മറ്റോ പരിശോധിച്ചാൽ വളരെ എളുപ്പം ആരായിരുന്നു മരുന്ന് എടുത്തു കൊടുത്തതെന്നും അതേ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ആരാണെന്നും വളരെ എളുപ്പം വ്യക്തമാവുമല്ലോ. അത് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും മനു, ഈ കുടുംബത്തിൻ്റെയും ആവശ്യം അത് തന്നെയാണ്. എന്തായാലും പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്നാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥനയുമായി എത്തി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആ കുടുംബം പറയുന്നത്. ഇനി ആ കടയിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ആ സമയത്ത് ആരാണ് അവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മറ്റാരെല്ലാം ഉണ്ടായിരുന്നു, മരുന്ന് മാറി നൽകിയത് ആരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അവര് പോലീസിനെ സമീപിച്ചു കഴിഞ്ഞോ? തീർച്ചയായിട്ടും അവർ പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഉടനെ തന്നെ പരാതി സമർപ്പിക്കാനാണ് അവർ നിൽക്കുന്നത്. കാരണം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കുഞ്ഞിന്റെ അപകടനില പ്രശ്നമില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ അപകടനില തരണം ചെയ്തു എങ്കിൽ പോലും കുഞ്ഞിനെ ഇപ്പോഴും വാർഡിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല. തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെയാണ് കുഞ്ഞ് ഉള്ളത്. അതോടൊപ്പം തന്നെ വിദഗ്ധരായിട്ടുള്ള ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും കുഞ്ഞിൻ്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിക്കാനും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ആരാണ് ഈ മരുന്ന് മാറി നൽകിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തണം എന്ന് തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്.